നമസ്കാരം, TGS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ജൂലൈ 2, കേരളം മുതൽ അന്തർദേശീയ തലം വരെ ഇന്ന് ചർച്ചയാകുന്ന ഏറ്റവും പുതിയതും ട്രെൻഡിങ്ങുമായ വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരിയിൽ ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ഗുരുതരമായ പരിക്ക്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ മേൽപ്പാലം റോഡിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മച്ചാട് ഭാഗത്തു നിന്ന് വന്ന സ്കൂട്ടർ യാത്രക്കാരനാണ് വെള്ളിമൂങ്ങ ഓട്ടോറിക്ഷയിൽ ഇടിച്ച് അപകടത്തിൽപ്പെട്ടത്. ഇയാൾക്ക് കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഉടൻ തന്നെ ആക്ട്സ് പ്രവർത്തകർ സ്ഥലത്തെത്തി പരിക്കേറ്റയാളെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വിശദ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വടക്കാഞ്ചേരി ഹൈവേ പോലീസ് ഇൻസ്പെക്ടർ ബദറുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ നഗരത്തിലെ സ്വകാര്യ ലോഡ്ജിൽ പ്രസവിച്ച എടമുട്ടം കൊല്ലാറ വീട്ടിൽ ജ്യോതി 32 മരിച്ചത് പ്രസവശേഷമുണ്ടായ അമിത രക്തസ്രാവം മൂലമെന്ന് പ്രാഥമിക നിഗമനം. ജ്യോതിക്ക് ഹൃദയസംബന്ധമായ അസുഖമുണ്ടായിരുന്നതായും പറയുന്നു. ജ്യോതിയെയും നവജാത ശിശുവിനെയും കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 സ്വകാര്യ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രസവശേഷം പരിചരണം ലഭിക്കാത്തതിനെ തുടർന്ന് കുഞ്ഞ് മരിച്ചതെന്ന് പോലീസ് കരുതുന്നു. ജൂബിലി അമല ആശുപത്രിയിലെ നഴ്സ് സമരം സർക്കാർ വിളിച്ച ചർച്ച പരാജയപ്പെട്ടു. ശമ്പളം കൂട്ടി നൽകാനാകില്ലെന്ന് മാനേജ്മെന്റ്. സർക്കാർ നിർദ്ദേശങ്ങൾ മാനേജ്മെന്റ് തള്ളി. നിയമപരമായ വഴികൾ ആലോചിക്കുമെന്ന് സർക്കാർ. ചർച്ച നടത്തിയത് ആരോഗ്യ തൊഴിൽ മന്ത്രിമാർ. ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് UNA. വർഗീയ അധിക്ഷേപം നടത്തിയെന്ന് നടി അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് കടവന്ത്ര പോലീസ് സ്ത്രീത്വത്തെ അപമാനിച്ചതിലും വർഗീയ അധിക്ഷേപം നടത്തിയതിലുമാണ് കേസ്. ചിറയൻകീഴ് ഡോക്ടർ G. ഗംഗാധരൻ നായർ സ്മാരക നാടക പുരസ്കാരം ജൂലൈ 1 വൈകിട്ട് 6 തൃശൂർ വൈലോപ്പള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ KV ഗണേഷിനെ സമർപ്പിച്ചു. നാടക പ്രവർത്തന രംഗത്ത് തന്റേതായ ഒരിടം കണ്ടെത്തിയ നാടകത്തിന്റെ സർവ്വമേഖലയിലും ഒരു നാടക രചയിതാവ്, സംവിധായകൻ, അഭിനേതാവ് എന്നീ നിലകളിൽ നിലകൊള്ളുമ്പോൾ തന്നെ കുട്ടികളുടെ നാടകവേദിയിൽ കുട്ടികളോടൊപ്പം ചേർന്ന് ലോകത്തേക്ക് വലിയ ആശയങ്ങൾ കുട്ടികളുടെ തിയേറ്ററിലൂടെ സംഭാവന നൽകിയ, കലോത്സവ വേദികളിൽ ഒരുപാട് തവണ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ, നാടകങ്ങൾ രചിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത കലാകാരനാണ് KV ഗണേഷ്. രംഗചേതന പ്രസ്ഥാനത്തിന്റെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായി 37 വർഷത്തോളമായി നാടകം തന്റെ ജീവവായുവായി കാണുന്ന KV ഗണേഷിനാണ് ചിറയൻകീഴ് ഡോക്ടർ G. ഗംഗാധരൻ നായർ സ്മാരക നാടക പുരസ്കാരം നൽകിയത്. പ്രൊഫസർ ഡോക്ടർ PV കൃഷ്ണൻ നായർ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. ചടങ്ങിൽ പൊന്നാട അണിയിച്ച് പ്രശസ്തി പത്രവും 10,001 രൂപയും സമർപ്പിച്ചു. പ്രൊഫസർ ഡോക്ടർ PC മുരളി മാധവൻ പുസ്തക പ്രകാശനം നടത്തി. അനന്തം അജ്ഞാതം അവർണ്ണനീയം എന്ന കാഞ്ചന G. നായർ രചിച്ച ഗ്രീൻ ബുക്സ് പബ്ലിക്കേഷൻസ് ബുക്കിന്റെ പ്രകാശനവും ഇതോടുകൂടി നടന്നു. ശ്രീ ഗോൾഡിൻ J. എന്ന IT വിദ്യാർത്ഥിക്ക് ആത്മാർത്ഥമായ കഠിനമായ ജീവിത വഴികളിലൂടെ ഓട്ടോ ഓടിച്ചധ്വാനിച്ചുകൊണ്ട് പഠിക്കുകയും ആ മനുഷ്യസ്നേഹിയെ കണ്ടറിഞ്ഞ് കാഞ്ചന G. നായർ ചെറുപ്പക്കാരനായ ആ വിദ്യാർത്ഥിക്ക് ചിറയൻകീഴ് ഡോക്ടർ G. ഗംഗാധരൻ നായർ സ്മാരക സമിതിയുടെ പുരസ്കാരം 10,001 രൂപയും പ്രശസ്തി പത്രവും കാഞ്ചന G. നായർ സമ്മാനിച്ചു. ഡോക്ടർ PN പ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീ ഉണ്ണികൃഷ്ണൻ മേനോൻ, ശ്രീ K. നരേന്ദ്രൻ, ഡോക്ടർ KU കൃഷ്ണകുമാർ, ഡോക്ടർ മുരളി പൊർണാട്ടുകര, ശ്രീ കൃഷ്ണകുമാർ കൊട്ടാരത്തിൽ, ET വർഗീസ്, ഡോക്ടർ V. ശോഭ, ഡോക്ടർ M. രാജീവ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ ടെക്നിക്കൽ ഹൈസ്കൂളുകളിലെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തുന്നതിനായി ഒരുക്കുന്ന മാതൃകാ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ TCS അടിസ്ഥാന സൗകര്യ വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് തുടക്കം കുറിക്കുന്നു. തൃശൂർ TCS മാസ്റ്റർ പ്ലാൻ പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് IIID ഓഫീസ് ബിയേഴ്സ്, അലുമിനിയം പ്രസിഡന്റ്, PTA പ്രസിഡന്റ് എന്നിവരോടൊപ്പം ബഹുമാനപ്പെട്ട തൃശൂർ MLA ശ്രീ രാജൻ പലനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ CP സുനിൽ, ശ്രീ രാജേഷ് ആന്റണി, IIID ഹാർമണി സോൺ ഹെഡ് ശ്രീ ബിജു KR, സോൺ ഹാർമണി എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നിവരുടെ സജീവ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ റോജി M. ജോണുമായി നടത്തിയ ഔദ്യോഗിക ചർച്ചയിൽ സ്കൂളിലെ വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായി ആവശ്യമായ അടിയന്തര മേൽനടപടികൾ ശുപാർശ ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയും MLAയും പൂർണ്ണ ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. തൃശൂർക്കാരുടെ ശ്രദ്ധയ്ക്ക്, വരും ദിവസങ്ങളിൽ കുടയില്ലാതെ ആരും പുറത്തേക്ക് ഇറങ്ങേണ്ടി വരില്ല. തൃശൂർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. തൃശൂരിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യതയും മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലും മണ്ണൊലിപ്പ് ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ദുരന്ത നിവാരണ സേനയും അതീവ ജാഗ്രതയിലാണ്. ജനങ്ങൾ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. തൃശൂരിലെ രാഷ്ട്രീയ ഭൂമികയിലും അണിയറ നീക്കങ്ങൾ സജീവമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നിൽ കണ്ടുള്ള തന്ത്രങ്ങളിലേക്ക് മുന്നണികൾ കടന്നുകഴിഞ്ഞു. മയക്കുമരുന്നിനെതിരായ സർക്കാർ നീക്കം അഭിനന്ദനമർഹിക്കുന്നു. കേരള സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യവും നന്മയും ഇതാണ്.
ഇപ്പോഴത്തെ നടപടി പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നത് പോലെ ആകരുത് എന്നാണ് ഓപ്പറേഷൻ തുഫാന് പിന്തുണയുമായി SNDP സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ചു. ആഗോള വിപണിയിലെ സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള ഇടിവ് പ്രവചിച്ച് വേൾഡ് ഗോൾഡ് കൗൺസിൽ വരും മാസങ്ങളിൽ സ്വർണ്ണവിലയിൽ നിലവിലുള്ള നിരക്കിൽ നിന്നും 10% ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ദീർഘകാല നിക്ഷേപകരെയും ഉപഭോക്താക്കളെയും വൻതോതിൽ ഈ വിലക്കുറവ് ആകർഷിക്കുമെന്നും പറയുന്നു. സ്വർണ്ണവിലയ്ക്ക് വീണ്ടും ശക്തമായ പിന്തുണ നൽകുമെന്നും കൗൺസിൽ വ്യക്തമാക്കുന്നു. ജനുവരിയിൽ ഔൺസിന് $5,405 എന്ന റെക്കോർഡ് ഉയരത്തിലെത്തിയ സ്വർണ്ണവില ജൂൺ മാസത്തോടെ $4,000 താഴേക്ക് കുത്തനെ ഇടിഞ്ഞിരുന്നു. ഈ വർഷം ഇതുവരെ വിലയിൽ 7% കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളാണ് ഈ വർഷത്തിന്റെ ആദ്യ പകുതി സ്വർണ്ണവിലയെ സ്വാധീനിച്ച പ്രധാന ഘടകം. അടുത്തതായി ദേശീയ വാർത്തകളിലേക്ക്. നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ ഇതാ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാന അപ്ഡേറ്റ്. വാട്സപ്പ് യൂസർ നെയിം ഫീച്ചറിനെ കേന്ദ്രത്തിന്റെ ഫോൺ നമ്പർ നൽകാതെ തന്നെ മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്യാൻ സഹായിക്കുന്ന യൂസർ നെയിം ഫീച്ചർ കൊണ്ടുവരാൻ വാട്സപ്പ് ഒരുങ്ങിയിരുന്നു. എന്നാൽ ഇതിനെതിരെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ഫീച്ചർ വന്നാൽ വ്യാജ അക്കൗണ്ടുകൾ വർദ്ധിക്കുമെന്നും സൈബർ തട്ടിപ്പുകളും സ്പാമുകളും തടയാൻ ബുദ്ധിമുട്ടാകുമെന്നും ചൂണ്ടിക്കാട്ടി കേന്ദ്ര IT മന്ത്രാലയം വാട്സപ്പിന് നോട്ടീസ് അയച്ചു. തൽക്കാലം ഈ ഫീച്ചർ നടപ്പിലാക്കരുതെന്നാണ് നിർദ്ദേശം. കേന്ദ്ര സർക്കാരിന്റെ പുതിയ EPF സ്കീം 2026 പ്രാബല്യത്തിൽ. ശമ്പളക്കാരായ ജീവനക്കാർക്ക് സുപ്രധാനമായ മറ്റൊരു വാർത്ത. കേന്ദ്ര സർക്കാർ എംപ്ലോയീസ് പ്രൊവിഡൻസ് ഫണ്ട് സ്കീം 2026 ഔദ്യോഗികമായി വിജ്ഞാപനം ചെയ്തു. 1952 പഴയ സ്കീമിന് പകരമായാണ് ഇത് വരുന്നത്. ഇതനുസരിച്ച് ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാകും. EPF വിഹിതം 12% തന്നെ തുടരുമെങ്കിലും ചികിത്സ, വിദ്യാഭ്യാസം, വിവാഹം, ഭവന നിർമ്മാണം എന്നിവയ്ക്കായുള്ള ഭാഗിക പിൻവലിക്കൽ പ്രക്രിയകൾ ഇനി കൂടുതൽ എളുപ്പമാകും. ഇനി ലോക വാർത്തകളിലേക്ക് കണ്ണോടിക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവനയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കി. ഖത്തറിൽ നടന്ന അണിയർ ചർച്ചകൾ വിജയകരമായിരുന്നുവെന്നും ഇറാന്റെ ആണവ നിരായുധീകരണ ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇത്രയുമാണ് ഇന്ന് TGS മീഡിയയുടെ നമ്മൾ പങ്കുവയ്ക്കുന്ന പ്രധാന വാർത്തകൾ. തൃശ്ശൂരിലെയും കേരളത്തിലെയും ചൂടേറിയ വാർത്തകൾ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം. വാർത്തകൾ തത്സമയം അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.